നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി നിൽക്കുകയാണ്. ആദ്യമായി $1 80 രൂപ എന്ന നിലയിലേക്ക് മൂല്യം ഇടിഞ്ഞതോടെയാണിത്. ഇതോടെ പ്രവാസികൾ എല്ലാവരും രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിലേക്ക് പണം അയക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഒരു UAE ദിർഹമിന് 21 രൂപ 77 പൈസ എന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് ഉയർന്നു. സൗദി റിയാൽ 21 രൂപ 28 പൈസ എന്ന നിലയിലേക്കും ഖത്തർ റിയാൽ 21 രൂപ 97 പൈസയിലേക്കും എത്തി നിൽക്കുകയാണ്. ഒമാനി റിയാലിന്റെ മൂല്യം 207 രൂപ 73 പൈസയായി. ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കുവൈറ്റ് ദിനാർ 259 രൂപ 91 പൈസയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ബഹ്റൈൻ ദിനാർ ആകട്ടെ 212 രൂപ 17 പൈസയിലേക്കും ഉയർന്നു. ഉയരുന്ന ക്രൂഡ് ഓയിൽ വിലയും ഡോളറിന്റെ മൂല്യവും ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതൽ തളർത്തുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴുണ്ടായ രൂപയുടെ മൂല്യ തകർച്ച ആഗോള വിപണിയിലെ പുതിയ സംഭവ വികാസങ്ങളിൽ കൂടുതൽ ശോചനീയമാക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ശക്തമായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും രൂപയുടെ മൂല്യം താഴേക്ക് പോകുമെന്നാണ് സൂചന. ഉയരുന്ന പണപ്പെരുപ്പം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്ന ആശങ്കകളെ തുടർന്ന് ഡോളറിന്റെ നിക്ഷേപം എത്തിയതാണ് പതിറ്റാണ്ടിലെ റെക്കോർഡ് മൂല്യത്തിലേക്ക് ഡോളറിനെ എത്തിച്ചത്. ക്രൂഡ് ഓയിൽ വിലയാകട്ടെ അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയതോടെ കടം വാങ്ങിയാണ് പ്രവാസികൾ പലരും നാട്ടിലേക്ക് പണം അയക്കുന്നത്. ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നവരും താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികൾ ഉൾപ്പെടെ പണം അയക്കാൻ തിരക്ക് കൂട്ടുകയാണ്. എന്നാൽ കടം വാങ്ങി അയക്കുന്ന പണം പ്രവാസികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതുവഴി ലഭിക്കാവുന്ന സാമ്പത്തിക നേട്ടം പലിശ വഴി നഷ്ടപ്പെട്ടേക്കാം. കടമെടുക്കുന്ന പണത്തിന് 5 മുതൽ 7% പലിശ നിരക്ക്. ഇത് അടച്ചു കഴിയുമ്പോൾ നാട്ടിൽ പണം അയച്ചതുവഴിയുണ്ടായ സാമ്പത്തിക നേട്ടം ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യത്തിൽ തിരിച്ചു കയറാനുള്ള മാർഗം ഇന്ത്യ നോക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് രൂപയിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ വിനിമയം നടത്താനുള്ള നീക്കം. വിദേശ വ്യാപാരത്തിൽ രൂപ ഉപയോഗിച്ചാൽ നിലവിലെ ഈ പ്രതിസന്ധി ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.